Hey guys, welcome to my channel Jay Travel Vlogs. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ്. ആസ് എ ട്രാവൽ വ്ളോഗർ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ അനുസരിച്ച് ട്രാവൽ ചെയ്യുമ്പോൾ എനിക്ക് ഏറ്റവും യൂസ്ഫുൾ ആൻഡ് അത്യാവശ്യമായിട്ടുള്ള ഒരു സാധനം എന്ന് പറയുന്നത് ബേബിയുടെ കാർ സീറ്റാണ്. നമ്മൾ ട്രാവൽ ചെയ്യുമ്പം ബേബിയും സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് നമ്മുടെ കൂടെ ട്രാവൽ ചെയ്യുന്നു എന്ന് എൻഷുർ ചെയ്യുന്നത് ഇപ്പോൾ ഏറ്റവും വലിയൊരു അത്യാവശ്യമാണ് എൻ്റെ. അപ്പം ഞാൻ മേടിച്ചിരിക്കുന്ന കാർ സീറ്റ് ബേബി ഹഗിൻ്റെയാണ്. ബേബി ഹഗിൻ്റെ എൻഡെവർ ഐസോഫിക്സ് കൺവേർട്ടിബിൾ കാർ സീറ്റാണ് ഞാൻ മേടിച്ചിരിക്കുന്നത്. ആൻഡ് ഇത് ഒരു 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഇത് യൂസ് ചെയ്യാം. ആൻഡ് മാക്സിമം വെയിറ്റ് ഇതിന് ബെയർ ചെയ്യാൻ പറ്റുന്ന 36 kg ആണ്. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ ഫീച്ചേഴ്സിനെ കുറിച്ചും പാർട്സിനെയൊക്കെ കുറിച്ച് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു അൺബോക്സ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്കൊരു യൂസർ മാനുവലും കിട്ടും. അതിൻ്റെ കൂടെ തന്നെ ഒരു ഐസോഫിക്സ് ഗൈഡും ഇതിൻ്റെ അകത്ത് ഇവർ കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ഫസ്റ്റ് ഈ ഒരു കാർ സീറ്റിൻ്റെ കുഷനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അത്യാവശ്യം കംഫർട്ടബിൾ ആൻഡ് ക്വാളിറ്റീഡ് ആയിട്ടുള്ള കുഷനാണ് ഇവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. കുട്ടിക്ക് യാതൊരു രീതിയിൽ അൺകംഫർട്ടബിലിറ്റിയും വരത്തില്ല. അതിന് ഹെഡ് റെസ്റ്റ് ആയിക്കോട്ടെ, നടുകിൻ്റെ ഭാഗമായിക്കോട്ടെ, തൈൻ്റെ ഭാഗമായിക്കോട്ടെ, എല്ലാം അത്യാവശ്യം നല്ല സോഫ്റ്റ് ആൻഡ് കുഷനാണ് ഇവർ കൊടുത്തിരിക്കുന്നത്. സോ കുട്ടി ഇതിൽ കംഫർട്ടബിളായിട്ടിരിക്കും. ഇനി വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻ കേസ് അഴുക്ക് പറ്റിയാലും നമുക്ക് ഇതിനെ ഊരി കഴുകാനായിട്ടുള്ള ഒരു ഫെസിലിറ്റി അവർ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ എല്ലായിടത്തും ബക്കിൾസ് ഉണ്ട്, നമുക്കിത് ഊരിയിട്ട് ഇത് ഊരി കഴുകാനായിട്ട് പറ്റും. വേറൊരു ഫീച്ചർ എന്ന് പറയുന്നത്, നമ്മൾ ഏജ് കൂടുന്നതിനനുസരിച്ച് ദാണ്ട് ഇതുപോലെ നമുക്ക് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഈ സ്ട്രാപ്പ് ഒന്ന് വലിക്കുക, ഇത് കണക്ക് അഡ്ജസ്റ്റ് ചെയ്യുക. സെയിം തന്നെ സ്ട്രാപ്പ് ഒന്ന് വലിക്കുക, തിരിച്ച് പഴയ കണക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. ഓക്കെ, സോ നമുക്ക് അടുത്ത് എങ്ങനെയാണ് കുഞ്ഞിന് സീറ്റ് ബെൽറ്റ് ഇട്ട് കൊടുക്കുന്നത് എന്നുള്ളത് നോക്കാം. സോ ഈ ആം റെസ്റ്റിൻ്റെ അവിടെ ഇതുപോലെ 2 സംഭവമുണ്ട്. ജസ്റ്റ് ഇതിനൊന്ന് വെച്ച് കൊടുക്കുക, അത് ഇതുപോലെ കണക്ട് ചെയ്യുക. ആൻഡ് ഇവിടെ ഇതിൻ്റെ അകത്ത് ജസ്റ്റ് ഒന്ന് പ്ലേസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഒരു ക്ലിക്കിംഗ് സൗണ്ട് കേൾക്കാം. നമുക്ക് സീറ്റ് ബെൽറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് സീറ്റ് ബെൽറ്റ് അഡ്ജസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഇതിൻ്റെ അകത്തൊരു ബട്ടൺ ഉണ്ട്. ആ ബട്ടൺ നമ്മളിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഇതുപോലെ നമുക്ക് ഇതിനെ ഫ്രണ്ടിലോട്ട് വലിക്കാനായിട്ട് പറ്റും. അത് ലൂസനായി. ഇനി നമ്മൾ കുട്ടികൾക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം സീറ്റ് ബെൽറ്റ് ഫാസ്റ്റൻ ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇതങ്ങ് വലിക്കുക. ഓക്കെ, അത് ഫാസ്റ്റൻ ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് കുട്ടികൾക്ക് സീറ്റ് ബെൽറ്റ് ഇത്ര ഈസിലി ഇട്ട് കൊടുക്കാനായിട്ട് പറ്റും. ഈ ഒരു സീറ്റിൻ്റെ താഴെ ഒരു ലീവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ലീവർ പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്യുമ്പോഴത്തേക്കും ഇതുപോലെ സീറ്റ് റിക്ലൈൻ ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ഇതിൻ്റെ താഴെയും ഇതുപോലെ ഒരു ലീവർ ഉണ്ട്. അതും ഇങ്ങനെ പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ കാർ സീറ്റ് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് ഐസോഫിക്സിൻ്റെ ബട്ടൺ വരുന്നത്. അപ്പോൾ ഈ ബട്ടൺ ഇങ്ങനെ പ്രസ് ഹോൾഡ് ചെയ്തിട്ട് ഇതിങ്ങനെ ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ ഫിക്സ് ചെയ്യാം. ഓക്കെ, സോ നമുക്കിനി ഇത് കാറിൽ എങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നത്, അവിടെ എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, ഇതാണ് ഐസോഫിക്സ് ഗൈഡ് വന്നിട്ട്. അപ്പോൾ ഇവിടെ ഒരു ബ്ലാക്ക് കമ്പി കാണുന്നുണ്ടല്ലോ, ഇതിലാണ് നമ്മൾ ഈ ഐസോഫിക്സ് ഗൈഡ് വെക്കുന്നത്. ഇത് വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നും ഇല്ല, നമുക്ക് ഡയറക്റ്റ് തന്നെ പ്ലേസ് ചെയ്യാം. അപ്പോൾ ഐസോഫിക്സ് ഗൈഡ് ഇതുപോലെ ഇവിടെ സെക്യൂർ ആക്കി വെച്ചിരിക്കുകയാണ്. ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഗൈഡായിരിക്കും ആ ഒരു കാർ സീറ്റ് ഇവിടെ വെക്കാനായിട്ട്. ഇതില്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി ഈ കമ്പിയുടെ ഇടയിൽ കൂടെ നമുക്ക് ഫിക്സ് ചെയ്യാനും പറ്റും. സോ ഗൈസ്, നമ്മൾ ഇങ്ങനെയാണ് സീറ്റ് ഇവിടെ വെക്കുന്നത്. ഇവിടെ ആക്ച്വലി ഫിക്സ് ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഗൈസ്, ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്താണ് നമ്മളിതിൻ്റെ അകത്തോട്ട് ഫിക്സ് ചെയ്യുന്നത്. നമുക്ക് ഇനിയിപ്പോൾ ഫിക്സ് ചെയ്യാം. അപ്പോൾ ഇത് ഫിക്സ് ആയിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ്ലി ഫിക്സ് ആയി കഴിഞ്ഞാൽ ഇവിടെ നേരത്തെ റെഡാണ് വന്നത്, ഇപ്പോൾ ഗ്രീൻ ആയിട്ടുണ്ട് ഇത് ഫിക്സ് ചെയ്താൽ. സെയിം തന്നെ നമുക്ക് ഓപ്പോസിറ്റ് സൈഡിലും ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ ഫ്രണ്ട് ഫേസിങ് പൊസിഷനിൽ നമുക്ക് 3 പൊസിഷൻസിൽ ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച കണക്ക് താഴെ ഈ ലിവർ നമ്മൾ പ്രസ് ചെയ്തിട്ടാണ് ഓരോ പൊസിഷൻസ് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റുന്നത്. ആൻഡ് ഈ സൈഡിൽ തന്നെ നമുക്കിവിടെ പൊസിഷൻസിൻ്റെ നമ്പേഴ്സ് ഉണ്ട്. ആൻഡ് ഈ സീറ്റിൻ്റെ അവിടെ തന്നെ ഒരു ചെറിയൊരു ആരോവും കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് നോക്കിയത്
ഏത് പൊസിഷനാണ് നമുക്ക് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ അതനുസരിച്ച് മാറ്റാം. ഇത് പൊസിഷൻ 1 ആണ്, ഇത് 2 ആൻഡ് ദിസ് ഇസ് 3. ആൻഡ് നമുക്കിത് 360 റൊട്ടേറ്റബിൾ ആയതുകൊണ്ട് നമുക്ക് റെയർ പൊസിഷനിലും വെക്കാം, ഞാൻ 2 സൈഡിലെ പൊസിഷനിലും വെക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ നേരത്തെ കാണിച്ച കണക്ക് നമുക്ക് താഴത്തെ ഈ ലീവർ വലിച്ചാൽ മതി. ഇതിനൊന്ന് വലിച്ചു പിടിച്ചിട്ട് ഈ സൈഡിൽ നമുക്ക് വെക്കാം. ഇതുപോലെ സെയിം തന്നെ ഇങ്ങനെ വെക്കാം നമുക്ക്. ഇതുപോലെയും 2 സൈഡ്സിൽ തിരിച്ചും വെക്കാം. നേരത്തെ കാണിച്ച കണക്ക് തന്നെ വെക്കാം. അപ്പോൾ നമ്മൾ കൂടുതൽ കുട്ടിയുടെ ഏജിനേക്കാൾ കൂടുതൽ വെയിറ്റാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. സോ മോസ്റ്റ് പ്രോബബ്ലി ഒരു 9 kg വരെ നമ്മൾ റെയർ പൊസിഷനിൽ തന്നെയാണ് കൊച്ചിനെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അപ്പോൾ ഗൈസ്, റെയർ ഫേസിങ് പൊസിഷനിൽ ഇതാണ് മാക്സിമം റിക്ലൈൻ ആവാൻ പറ്റുന്ന ഒരു പൊസിഷൻ എന്ന് പറയുന്നത്. അല്ലാതെ തന്നെ നമുക്ക് 3 രീതിയിൽ ഇതിനെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇതൊന്ന്, ഇത് സെക്കൻഡ്, അങ്ങനെ ഇതാണ് ഏറ്റവും മാക്സിമം നമുക്ക് അപ്രൈറ്റ് ആയിട്ട് വെച്ചിരിക്കാൻ പറ്റുന്ന ഒരു പൊസിഷൻ എന്ന് പറയുന്നത്. സെയിം തന്നെ നമുക്ക് ബാക്കിൽ നിന്ന് ലിവർ വലിച്ചിട്ട് നമുക്ക് ഓരോ സൈഡിലോട്ട് ഇതിനെ റൊട്ടേറ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ ദാറ്റ് വരുന്ന ആൾക്ക് കുഞ്ഞിനെ ഫേസ് ചെയ്തിരിക്കാനായിട്ടും പറ്റും. സോ എക്സ്ട്രാ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഈ ഒരു ഇതിൻ്റെ ബാക്കിൽ തന്നെ ടോപ്പ് ടെതറിങ്ങിൻ്റെ സംഭവമുണ്ട്. അപ്പോൾ നമ്മൾ റെയർ ഫേസിങ്ങിൽ തന്നെയാണ്, റെയർ ഫേസിങ്ങിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഈ സീറ്റിൻ്റെ ബാക്കിൽ ടോപ്പ് ടെതറിങ് എന്ന് പറഞ്ഞൊരു ക്ലിപ്പുണ്ട്. അതിൽ ഈ ക്ലിപ്പ് നമ്മൾ അറ്റാച്ച് ചെയ്ത് വയ്ക്കും. സോ റെയർ ഫേസിങ്ങിൽ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഫോർ എക്സ്ട്രാ സേഫ്റ്റി ടോപ്പ് ടെതറിങ്ങിൻ്റെ ഒരു ഫെസിലിറ്റിയുടെ ഉണ്ട്. സോ ഈ സീറ്റിൻ്റെ ബാക്കിൽ ടോപ്പ് ടെതറിങ്ങിൻ്റെ ഒരു ക്ലിപ്പുണ്ട്. സോ നമ്മൾ ഈ ക്ലിപ്പ് ആ ഒരു ക്ലിപ്പിൽ അറ്റാച്ച് ചെയ്ത് വയ്ക്കും. സോ ഞാൻ ഈ കാണിച്ച ഈ ക്ലിപ്പ് അതുകൊണ്ട് ഇവിടെ ടോപ്പ് ടെതറിങ്ങിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്. സോ ഇതിൻ്റെ അകത്ത് കാണുന്ന ആ ഒരു ക്ലിപ്പിൽ നമ്മളിത് അറ്റാച്ച് ചെയ്ത് വയ്ക്കണം. അപ്പോൾ ഈ ബാക്കിലെ ടോപ്പ് ടെതറിങ്ങിൻ്റെ ക്ലിപ്പ് വെച്ചതിന് ശേഷം നമ്മളിതാ ബാക്കിൽ ഇവിടെ ഒരു കാർ സീറ്റിൻ്റെ ബാക്കിലൊരു ബട്ടൺ ഉണ്ട്. അപ്പോൾ ഈ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഈ സ്ട്രാപ്പ് ഒന്ന് വലിച്ചു നോക്കും. അപ്പോൾ മാക്സിമം ഇത് ഇറുകേണ്ടതൊക്കെ ഇറുകിക്കോളും. ഇത് ഫോർ എക്സ്ട്രാ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് വെക്കുന്നത്. അതായത് കാറ് മൂവ് ചെയ്യുന്ന സമയത്ത് സീറ്റ് കുലുങ്ങാതിരിക്കാനായിട്ട് ഈ ഒരു ഫങ്ഷനിങ് ഹെൽപ്ഫുള്ളാണ്. സോ ഗൈസ്, ഇതാണ് ബേബി ഹഗ് കാർ സീറ്റിൻ്റെ പാർട്സ് ആൻഡ് ഫീച്ചേഴ്സ് വന്നിട്ട്. ഇത് എക്സ്ക്ലൂസീവ്ലി ഫസ്റ്റ് ക്രൈൻ്റെ പ്രോഡക്റ്റ് ആണ്. ആൻഡ് ഇപ്പോഴത്തെ റേറ്റ് വരുന്നത് 8,371 റുപ്പീസാണ്. ആൻഡ് ഞാൻ മേടിക്കുന്നത് 7,000 സംതിങ്ങിനാണ് ഞാൻ മേടിക്കുന്നത്. ഫസ്റ്റ് ക്രൈയിൽ ഒരുപാട് കൂപ്പൺ കോഡ്സ് ഇപ്പോൾ അവൈലബിൾ ആണ്. സോ നിങ്ങൾ മേടിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ റേറ്റ് കുറഞ്ഞ് നമുക്ക് മേടിക്കാനായിട്ട് പറ്റും. ആൻഡ് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ബയോയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പ്ലീസ് ഗോ ആൻഡ് ചെക്ക് ഔട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു, ഇൻഫോർമേറ്റീവ് ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ വരുമ്പോൾ കാണാം. അപ്പോൾ ഓക്കെ, ശരി, ബൈ.